ഉണ്ടാക്കിയെടുക്കാനേ വളരെ സിമ്പിളാണെങ്കിൽ എന്താ ടേസ്റ്റിന്റെ കാര്യത്തിൽ വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ഒരു ഐറ്റമാണ്. ഇനിയിപ്പോഴ് ടേസ്റ്റ് വേറെ ലെവലുള്ള ഏത് ഐറ്റവും ഉണ്ടാക്കിയെടുക്കാൻ പാടാണെങ്കിൽ നമ്മൾ മലയാളികൾ ഒന്ന് ട്രൈ ആക്കുമല്ലേ. അപ്പോഴ് ഇത് വെറും 5 മിനിറ്റ് മതിയടോ ഉണ്ടാക്കിയെടുക്കാനേ. അതിന് ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ എന്താ ആഡ് ചെയ്തിട്ട് കടുകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് അതിലേക്ക് 2 പച്ചമുളകും ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തൊന്ന് ഇട്ടിട്ട് പിന്നെ നമ്മുടെ സവാള ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ചേർത്തിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കറിവേപ്പിലയും ചേർത്തിട്ട് ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും പിന്നെ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ചേർത്ത് നന്നായിട്ടൊന്ന് ആ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കേ പിന്നെ നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ആക്കിയാൽ മതിയടോ. റൈസിന് ഇപ്പം ഞാനിവിടെ പൊന്നിയരിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ സാധാ ചോറ് വയ്ക്കുന്ന അരി എടുത്താലും മതി. ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ടേ ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും. 1 മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോൾ ഇതങ്ങോട്ട് എടുത്തങ്ങോട്ട് കഴിക്കണം മക്കളെ, പൊളിയാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കണോ.